ഇക്കഴിഞ്ഞ ശനിയാഴ്ച തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രതീക്ഷയോടെ കാത്തിരുന്ന അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനുകൾക്ക് നിരാശയായിരുന്നു ഫലം. 620 ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുമെന്ന കരാർ ഇസ്രയേൽ വെറും വാക്കുകളിൽ ഒതുക്കി. വർഷങ്ങളായി ഇസ്രയേലിന്റെ തടവറകളിൽ കൊടും പീഡനങ്ങൾ അനുഭവിച്ച് ബാക്കിയായ ജീവനുമായി പുറലോകത്തേക്ക് എത്താമെന്ന തടവുകാരുടെ മോഹങ്ങളും അനിശ്ചിതത്വത്തിലാണ്. ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിന് കീഴിൽ മോചിപ്പിക്കപ്പെടാൻ പോകുന്ന 100 കണക്കിന് ഫലസ്തീൻ തടവുകാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പേരുണ്ട്: നായൽ സാലിഹ് ബർഗൌട്ടി. ഇസ്രായേൽ ജയിലിൽ ഏറ്റവും കൂടുതൽ കാലം തടവിൽ കഴിഞ്ഞ ഫലസ്തീൻ തടവുകാരൻ. മുൻപ് ബന്ദി കൈമാറ്റത്തിന്റെ ഭാഗമായി മോചിപ്പിക്കപ്പെട്ട് നാളുകൾക്കുള്ളിൽ തന്നെ വീണ്ടും ഇസ്രയേൽ പിടികൂടി തടവറയിൽ അടച്ചയാൾ. മോചനത്തിന് ശേഷം വെസ്റ്റ് ബാങ്കിൽ തുടരാൻ അനുമതി നൽകിയില്ല. ജന്മനാട്ടിൽ തുടരാൻ അനുവാദമില്ല. ഏതെങ്കിലും വിദേശ രാജ്യത്ത് അഭയം തേടണം. ഇസ്രയേൽ അധിനിവേശത്തിനെതിരായ പോരാട്ടങ്ങളുടെ പേരിൽ ജീവിതത്തിന്റെ 3/4 പങ്കും ഇരുട്ടറയിൽ ചെലവഴിക്കേണ്ടി വന്ന നയൽ ബർഗൌട്ടി എന്ന ഫലസ്തീൻ തടവുകാരനെ കുറിച്ചാണ് ഇന്ന്. 45 വർഷമാണ് ഇസ്രയേൽ തടവിൽ കഴിഞ്ഞത്. മറ്റേതൊരു ഫലസ്തീനിയേക്കാളും കൂടുതൽ കാലം. ഹമാസിലെ മുതിർന്ന വ്യക്തിയായ ബർഗൌട്ടി ഇസ്രയേൽ നീതിന്യായ മന്ത്രാലയത്തിന്റെ പട്ടികയിൽ ഫലസ്തീൻ തടവുകാരുടെ അസോസിയേഷൻ പരാമർശിച്ച വിദേശത്തേക്ക് അയക്കേണ്ട 217 തടവുകാരിൽ ഒരാളാണ്. 1978 ഇസ്രയേലിന്റെ പിടിയിലായ നയൽ ബർഗൌട്ടിക്ക് ഇപ്പോൾ 68 വയസ്സാണ് പ്രായം. 1957 ഒക്ടോബർ 27 വെസ്റ്റ് ബാങ്കിലെ റാമല്ല നഗരത്തിനടുത്തുള്ള കൊബാർ ഗ്രാമത്തിലാണ് നയൽ സാലിഹ് ബർഗൌട്ടി ജനിച്ചത്. ജന്മനാട്ടിലെ ഒരു പ്രൈമറി സ്കൂളിൽ പഠിച്ചു വളർന്നു. പിന്നീട് ബിർസിറ്റിലെ പ്രിൻസ് ഹസൻ സ്കൂളിൽ സെക്കൻഡറി വിദ്യാഭ്യാസം ആരംഭിച്ചു. ഫലസ്തീൻ, അറബ്, ഇസ്ലാമിക വിഷയങ്ങളിലായിരുന്നു പഠനം. വായന ഏറെ ഇഷ്ടമായിരുന്നു. ഒപ്പം ചരിത്ര പഠനവും മുന്നോട്ട് കൊണ്ടുപോയി. 1967 ജൂണിൽ ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം ആരംഭിച്ചതോടെ നയൽ ബർഗൌട്ടിയുടെ ഈ പഠനയാത്ര അവസാനിച്ചു. അന്ന് 10 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞു ബർഗൌട്ടി ഇസ്രയേലിന്റെ അധിനിവേശ സേന വെസ്റ്റ് ബാങ്കിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് സാക്ഷിയാണ്. കൊബാറിലേക്കുള്ള ഗേറ്റിൽ ഇസ്രയേൽ സൈന്യം ബോംബെറിഞ്ഞപ്പോൾ കുഞ്ഞു ബർഗൌട്ടി കുടുംബത്തോടൊപ്പം വീടിന്റെ മേൽക്കൂരയിൽ കയറി നിന്ന് മുദ്രാവാക്യം വിളിച്ചു. ഉഗ്രസ്ഫോടന ശേഷിയുള്ള ബോംബുകളുമായി എത്തിയ സൈന്യത്തിന് നേരെ കയ്യിൽ കിട്ടിയ കല്ലുകൾ പറക്കിയെറിഞ്ഞു. പുറം ലോകം കാണാതെ ഇസ്രയേലി തടവറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെട്ടത് 1978 ഇസ്രയേലി ബസ് ഡ്രൈവർ മൊർദേഖായ് യെഗ്വേലിനെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് ബർഗൌട്ടിക്ക് വിധിച്ച ശിക്ഷ 117 വർഷത്തെ സൈനിക തടവായിരുന്നു. ജയിലിലായിരിക്കുമ്പോൾ അദ്ദേഹം ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അഥവാ PLOയുടെ ചെയർമാനായ യാസർ അറാഫത്ത് നയിച്ചിരുന്ന ഫത്ത പ്രസ്ഥാനത്തിൽ ചേർന്നു. പിന്നീട് തടവുകാരുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്ന പ്രിസണർ അഡ്വക്കേസി മൂവ്മെന്റ് എന്ന തടവുകാരുടെ സംരക്ഷണ പ്രസ്ഥാനത്തിലെ ഒരു പ്രമുഖ വ്യക്തിയായി മാറി. ഫലസ്തീൻ തടവുകാരുടെ ഡീനായാണ് നയൽ ബർഗൌട്ടി പിന്നീട് അറിയപ്പെടുന്നത്. ഫത്ത പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന ബർഗൌട്ടി 1983 അതിൽ നിന്ന് വിട്ട് സെയ്ദ് മുറാഖ സ്ഥാപിച്ച ഫത അൽ ഇന്തിഫ എന്നറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പിൽ ചേർന്നു. PLOയുടെ കൂട്ടത്തിൽ നിന്ന് വേർപിരിഞ്ഞ ഒരു ഗ്രൂപ്പായിരുന്നു ഇത്. 1982 ഇസ്രയേൽ ലെബനൻ അധിനിവേശത്തിനിടെ ഫലസ്തീൻ ലെബനീസ് പ്രതിരോധം നേരിട്ട കടുത്ത പരാജയത്തെ തുടർന്നാണ് ബർഗൌട്ടി ഇങ്ങനെ ഒരു നീക്കം നടത്തിയത്. യുദ്ധത്തിൽ ഇസ്രയേൽ ഏകദേശം 20,000 പേരെ അന്ന് കൊലപ്പെടുത്തി. തുടർന്ന് ഫത്ത പാർട്ടി നേതാവ് യാസർ അറാഫത്ത് PLOയിൽ പരിഷ്കരണം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിന്റെ ഫലമായി PLOയുടെ നേതൃത്വവും പോരാളികളും ടുണീഷ്യയിലേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിതരായി. ഫലസ്തീൻ പ്രതിരോധ സേന ലെബനൻ വിടാൻ സമ്മതിച്ചതിന് പിന്നാലെ ഇസ്രയേൽ അവരുടെ ഫാസിസ്റ്റ് ലെബനീസ് മിലീഷ്യ സഖ്യകക്ഷികളെ ഉപയോഗിച്ച് നിസ്സഹായരായ ഫലസ്തീൻ അഭയാർത്ഥികളെ കൂട്ടക്കൊല ചെയ്തു. സാബ്ര, ഷാറ്റില കൂട്ടക്കൊലകളായിരുന്നു ഇതിൽ ഏറ്റവും ഭീകരം. 1982 PLOയുടെ പരാജയത്തിനും ഒന്നാം ഇന്തിഫാദയ്ക്കും ഇടയിലുള്ള ആ കാലഘട്ടം തടവിലാക്കപ്പെട്ട ബർഗൌട്ടിയെ മാത്രമല്ല ഫലസ്തീൻ വിമോചന പോരാട്ടത്തെ ഒന്നാകെ മാറ്റിമറിച്ച ഒരു കാലഘട്ടമായിരുന്നു അത്. ഈ സമയത്ത് ക്യാമ്പുകളുടെ യുദ്ധം എന്ന പേരിൽ ഒരു പോരാട്ടം ലെബനനിൽ ആരംഭിച്ചു. ഇതിന്റെ അവസാനത്തോടെ ഫത അൽ ഇന്തിഫാദ ഉൾപ്പെടെ നിരവധി ഗ്രൂപ്പുകൾക്ക് അവയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ 1987 ഒരു പുതിയ കാഴ്ചപ്പാടോടെ ഒരു ഇസ്ലാമിക പ്രതിരോധ പ്രസ്ഥാനം ഉയർന്നു വന്നു. ഹമാസ് എന്നറിയപ്പെട്ട ആ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളിൽ ആകൃഷ്ടനായി ബർഗൌട്ടിയും ആ പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. നയൽ ബർഗൌട്ടിയുടെ ഹമാസിലേക്കുള്ള വരവ് ഇങ്ങനെയായിരുന്നു. ഫലസ്തീൻ തൊഴിലാളികളെ തെല്ലവീവിലേക്കും റാമത്ത് ഗണിലേക്കും കൊണ്ടുപോകുന്ന ബസ്സിലെ ഡ്രൈവറായ 27-കാരൻ മൊർദേഖായ് യെഗ്വേലിനെ ഇതേ ബസ്സിൽ വെച്ചാണ് ബർഗൌട്ടി കൊലപ്പെടുത്തിയത്. ഇസ്രയേലികളുടെ രക്തക്കറ പുരണ്ട ഒരു ഫലസ്തീനെയും പുറം ലോകം കാണില്ലെന്നാണ് ഇസ്രയേലിന്റെ നയം. ഇസ്രയേലിനെതിരെ സായുധ പ്രവർത്തനങ്ങൾ നടത്തിയതിനും സെല്ലുകൾ സംഘടിപ്പിച്ചതിനുമടക്കം കുറ്റം ചുമത്തി കാലാകാലത്തേക്ക് ബർഗൌട്ടി ജയിലിൽ അടയ്ക്കപ്പെട്ടു. നിരവധി തടവുകാരുടെ കൈമാറ്റ ഇടപാടുകൾക്ക് അദ്ദേഹം സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ തവണയും ബർഗൌട്ടി ഇസ്രയേൽ ഒഴിവാക്കി. ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് വളരെയധികം അപകടകാരിയായ ആളെന്നായിരുന്നു ജയിലർമാർ ഇദ്ദേഹത്തെ കണക്കാക്കിയിരുന്നത്. കുടുംബങ്ങൾക്ക് പോലും ബർഗൌട്ടിയുമായി ആശയവിനിമയം നടത്താൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹം നേരിട്ട പീഡനങ്ങളെക്കുറിച്ചും രോഗാവസ്ഥകളെക്കുറിച്ചും മറ്റ് വിവരസ്രോതസ്സുകൾ വഴിയാണ് കുടുംബം അറിഞ്ഞിരുന്നത്.
വർഷങ്ങളായ അദ്ദേഹത്തിന്റെ അമ്മ ഹജ്ജ ഫർഹ മനുഷ്യാവകാശ സംഘടനകളുടെ ഓഫീസുകൾക്ക് മുന്നിൽ ഒരു ജാഗ്രതാ സമരം നടത്തിയിരുന്നെങ്കിലും അവയൊന്നും തന്നെ ഫലം കാണുന്നില്ല. എന്നാൽ ഇസ്രയേൽ സൈനികൻ ഗിലാദ് ശാലിത്തിനെ മോചിപ്പിക്കാനുള്ള ഹമാസുമായുള്ള കരാറിന്റെ ഭാഗമായി 2011 അദ്ദേഹത്തെ ഇസ്രയേലിനെ വിട്ടയക്കേണ്ടി വന്നു. 33 വർഷം നീണ്ടുനിന്ന തടങ്കലിൽ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് ശേഷം വഫ അൽ അഹ്റാർ എന്നറിയപ്പെടുന്ന കരാറിന്റെ ഭാഗമായിരുന്നു ബർഗൂട്ടിയുടെ മോചനം. അതിർത്തി കടന്നുള്ള ആക്രമണത്തിൽ ഇസ്രയേലിൽ നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയി ഗസ മുനമ്പിൽ 5 വർഷത്തോളം തടവിലാക്കിയ ഇസ്രയേലി സൈനികനായ ഗിലാദ് ശാലിത്തിന് പകരമായി 2011 മോചിപ്പിക്കപ്പെട്ട 1027 തടവുകാരിൽ ഒരാളായിരുന്നു നയൽ ബർഗൂട്ടി. മാതാപിതാക്കളെ ഒന്ന് കെട്ടിപ്പിടിക്കാനുള്ള ആഗ്രഹം പക്ഷെ അവരുടെ ശവകുടീരങ്ങൾ സന്ദർശിക്കുന്നതിലേക്ക് മാറിയിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് 2004 മാതാവ് തൊട്ടടുത്ത വർഷവും മരണപ്പെട്ടിരുന്നു. അവരുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോലും ഇസ്രയേൽ ഇദ്ദേഹത്തെ അനുവദിച്ചിരുന്നില്ല. ഈ ഇരുട്ടിലൊരു വെളിച്ചമാകുന്നത് 2011 ഇമാൻ നഫിയെ വിവാഹം കഴിച്ചതിലൂടെയാണ്. വിദ്യാർത്ഥിയായിരിക്കെ ചാവേർ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടതിന് 15.5 വർഷക്കാലം ഇസ്രയേൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്ന വ്യക്തിയാണ് ഇമാൻ നഫെ. 2011 നവംബറിൽ ഇരുവരും വിവാഹിതരായി. ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ ബർഗൂട്ടി ഇതിനകം തന്നെ ആരംഭിച്ചിരുന്നു. സ്വതന്ത്രനായ ഉടൻ തന്നെ അദ്ദേഹം റാമല്ലയ്ക്കടുത്തുള്ള കൊബാർ ഗ്രാമത്തിലെ തന്റെ ഭൂമിയിൽ കൃഷി ആരംഭിച്ചു. എന്നാൽ വിതച്ച വിത്തുകൾ കൊയ്തെടുക്കുന്നതിന് മുൻപ് തന്നെ 2014 വീണ്ടും അറസ്റ്റിലായി. 2014 ഇസ്രയേലും ഹമാസും തമ്മിൽ അവസാനിപ്പിച്ച തടവുകാരുടെ കൈമാറ്റ കരാറിന്റെ ലംഘനവുമായി ബന്ധപ്പെട്ടാണ് ബർഗൂട്ടിയെ മറ്റ് 70 തടവുകാരോടൊപ്പം വീണ്ടും ഇസ്രയേൽ പിടികൂടുന്നത്. കൃഷിക്ക് പുറമെ ഈ സമയം അൽ ഖുദ്സ് സർവകലാശാലയിൽ ചരിത്രം പഠിക്കാനും ബർഗൂട്ടി ചേർന്നിരുന്നു. സർവകലാശാലയിൽ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ പേരിലാണ് അറസ്റ്റ് എന്നായിരുന്നു ഇസ്രയേൽ അധിനിവേശ സൈനിക കോടതി നൽകിയ വിശദീകരണം. 2014 വെസ്റ്റ് ബാങ്കിൽ ഗിലാദ് ഷെയർ, ഇയാൽ യിഫ്രാഷ്, നെഫ്താലി ഫ്രാങ്കൽ എന്നീ 3 ഇസ്രയേലി കൗമാരക്കാരെ ഹമാസിൽ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ശാലിത്ത് തടവുകാരിൽ പലരെയും വീണ്ടും അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ ബർഗൂട്ടി പിന്നീട് 30 മാസം തടം അനുഭവിച്ചു. 2016 ഡിസംബർ 17 അദ്ദേഹത്തിന്റെ ശിക്ഷ പൂർത്തിയായെങ്കിലും മോചിപ്പിച്ചില്ല. 2022 ഇസ്രയേൽ പ്രതിരോധ സേന ബർഗൂട്ടിയുടെ യഥാർത്ഥ ശിക്ഷ അപ്പീലിൽ പുനഃസ്ഥാപിച്ചതായി വിധിച്ചു. ജീവപര്യന്തം കൂടാതെ 18 വർഷത്തെ തടവും. ശാലിത്ത് ഇടപാടിന് കീഴിലുള്ള തന്റെ മോചന നിബന്ധനകൾ ബർഗൂട്ടി ലംഘിച്ചുവെന്ന് വാദിച്ച സൈനിക പ്രോസിക്യൂട്ടർമാർ നൽകിയ അപ്പീലിനെ തുടർന്നായിരുന്നു ഈ വിധി. 117 വർഷത്തെ തടവ്. യാതൊരു നടപടിക്രമങ്ങളും കൂടാതെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും പുനഃസ്ഥാപിച്ചിരിക്കുന്നു. വീണ്ടും അറസ്റ്റിലായതിനു ശേഷം ബർഗൂട്ടി വീണ്ടും തടവുകാരുടെ പ്രസ്ഥാനത്തിലെ ഒരു പ്രമുഖ വ്യക്തിയായി മാറി. ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച രാഷ്ട്രീയ തടവുകാരൻ എന്ന പദവിയും അദ്ദേഹത്തിന് ലഭിച്ചു. തന്റെ സമയത്തിന്റെ ഭൂരിഭാഗവും സഹതടവുകാരെ സേവിക്കാനായിരുന്നു ബർഗൂട്ടി ചെലവഴിച്ചിരുന്നത്. ഭക്ഷണം തയ്യാറാക്കൽ, വൃത്തിയാക്കൽ, അവരെ ഹീബ്രു പഠിപ്പിക്കൽ, ഇങ്ങനെ. ഒരു ദിവസം ഫലസ്തീൻ ദേശീയ പോരാട്ടത്തിന്റെ നേതാക്കളാകാൻ പോകുന്ന ഒരു പ്രത്യേക തലമുറയിലെ തടവുകാരെ പരിശീലിപ്പിക്കുന്നതിന് തന്റേതായിട്ടുള്ള സംഭാവന നൽകാനാകുമെന്നതായിരുന്നു ബർഗൂട്ടിയുടെ പ്രതീക്ഷ. ഈ പ്രവർത്തനങ്ങളുടെ ഫലമായി 2023 ഡിസംബറിൽ 3 മണിക്കൂർ നീണ്ട ഒരു കുപ്രസിദ്ധ ആക്രമണത്തിനും ബർഗൂട്ടി വിധേയനാകുന്നുണ്ട്. ഇസ്രയേലി ജയിൽ ഗാർഡുകൾ മണിക്കൂറുകളോളം ഇദ്ദേഹത്തെ നിർത്താതെ മർദ്ദിച്ചു. ശരീരത്തിലെ എല്ലുകളെല്ലാം ഒടിഞ്ഞു തൂങ്ങി. വാരിയലിലും നെഞ്ചിലും ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായി. ദീർഘകാലം അദ്ദേഹത്തിന് ഭക്ഷണവും വെള്ളവും വരെ നിഷേധിക്കപ്പെട്ടിരുന്നു. ശാരീരികമായ പീഡനങ്ങൾക്ക് പുറമെ മാനസിക പീഡനങ്ങളും. മരണത്തിന്റെ വക്കിൽ നിന്നപ്പോഴും സ്വയം പോരാടിയാണ് അദ്ദേഹം അന്ന് ജീവൻ നിലനിർത്തിയത്. ഒടുവിൽ 68-ാം വയസ്സിൽ മോചനം. പക്ഷെ വർഷങ്ങളായി അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ഭാര്യ ഇമാന് അദ്ദേഹത്തെ ഒന്ന് കാണാൻ വെസ്റ്റ് ബാങ്കിന് പുറത്തേക്ക് പോകേണ്ടി വരും. കാരണം ഇനി വെസ്റ്റ് ബാങ്കിൽ ബർഗൂട്ടിക്ക് തുടരാനാകില്ല. ബർഗൂട്ടി അടക്കമുള്ള ചില തടവുകാരെ വിദേശത്തേക്ക് നാടുകടത്തണമെന്നാണ് ഇസ്രയേലിന്റെ കരാർ. എളുപ്പത്തിൽ എത്തിച്ചേരാനാകാത്ത ഒരു പ്രദേശത്തേക്ക് നാടുകടത്തപ്പെട്ടാൽ തന്റെ ഭർത്താവിനെ കാണാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് ഇമാൻ. 33 വർഷത്തിനു ശേഷം പുറത്തെത്തിയപ്പോൾ നക്ഷത്രങ്ങളെ കണ്ണെടുക്കാതെ നോക്കി നിന്ന് അദ്ദേഹം ആസ്വദിച്ചത് ഇമാൻ ഓർത്തെടുക്കുന്നുണ്ട്. ഈ വർഷങ്ങളിൽ ഒരിക്കൽ പോലും അദ്ദേഹം ആകാശം കണ്ടിരുന്നില്ല. നാടുകടത്തപ്പെട്ട തടവുകാരുടെ കുടുംബങ്ങൾ പ്രദേശം വിട്ടു പോകുന്നതും ഇസ്രയേൽ അധികാരികൾ തടഞ്ഞിരിക്കുകയാണ്. അതിനാൽ ഇനി ബർഗൂട്ടിയെ കാണാനാകുമോ എന്നും അറിയില്ല. പുറത്തു വന്നാൽ ഫലസ്തീൻ വിമോചന പോരാട്ടത്തിന്റെ ഭാവിയിൽ ഒരു പ്രമുഖ ശബ്ദമായി നയൽ ബർഗൂട്ടി ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഫലസ്തീൻ തടവുകാരുടെ കാര്യത്തിൽ ഇസ്രയേലിനെ ആശങ്കപ്പെടുത്തുന്നതും ഈ ഒരു കാര്യം തന്നെയാണ്.